ഏ എന്താണ്? എടി, ഞാൻ കേട്ടതിലുള്ള തെറ്റാണോ അല്ലെ നീ ചോദിച്ചത് തന്നെയാണോ? അയ്യോ, ചെവി അടിച്ചോയോ? കേട്ടതില് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചു, താൻ കേട്ട തന്നെയാണ് ചോദിച്ചത്. എന്തേ? ബുധനെ ചുമ്മാ കളിക്കല്ലേ, കയറിപ്പോയെ. ഓരോരോ വട്ടുമായിട്ട് ഇറങ്ങിപ്പോയാണ്. കയറിപ്പോയി ആളെ കളിയാക്കാൻ നടക്കും. എന്തോന്ന് കളിയാക്കി? ഞാനൊരു ഉമ്മ ചോദിച്ചതല്ലേ, അതിനിപ്പോ എന്താ? അയ്യയ്യേ, ആരെങ്കിൽ കേൾക്കൂല്ലോ കർത്താവെ. പെണ്ണിന്റെ എന്താ പറ്റിയ? ഇടി ഇടി തലയ്ക്ക് വല്ലവരും അടിച്ചു. നീ പോയ എന്തോന്നിടി നിനക്ക്? നിന്റെ മാതാവെ ആരും കേട്ടൊന്നും കാണല്ലേ? ഇതിപ്പോ എന്ന് പറയാൻ മാത്രം എന്താ ഉള്ളേ? അല്ല, നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ വല്ല അർത്ഥമുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ മാത്രല്ല, ഒരു നാട്ടിലും ഇതിന് ഈ അർത്ഥമില്ലാതെ വേറൊരു അർത്ഥമില്ല. നീ ചുമ്മാ കളിക്കാതെ പോയേ. നിനക്ക് എന്താ? ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി തന്നെ ഒരുപ്പെട്ട് ഇറങ്ങിയതാണല്ലേ? എന്റെ അടുത്ത് ഞാൻ എന്താണോ കളിയാക്കിയേ? ഒരു സാധനം ചോദിച്ചതല്ലേ, അതൊക്കെ തന്നൂടെ? ഓക്കെ, തരാൻ മടിയാണെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. അത് പറ്റുമോ? ഇടി 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 വല്ലോ അറിഞ്ഞിട്ടാണോ? ഇടിതൊക്കെ പെമ്പിള്ളേര് ചോദിക്കുന്ന സംഗതിയാണ്. ഇടി നിന്റെ കർത്താവെ, അമ്മച്ചി പറഞ്ഞു കേരളത്തിലെ പിള്ളേർക്കൊക്കെ ദേശം അടക്കം ഒതുക്കുണ്ടെന്നാണല്ലോ. ഇവിടെ നീ കേരളത്തിലല്ലേ ജനിച്ചേ? ഇത് എന്താണ്? ഏതാ പോലെ രാജ്യം? എന്റെ വായിന്നെല്ലാം കേൾക്കും. എടോ, അടക്കം ഒതുക്കുള്ള പെമ്പിള്ളേർക്ക് ഒരു ഉമ്മ ചോദിക്കാൻ പാടില്ല എന്ന് ഏത് ഭരണഘടനയില എഴുതി വെച്ചതെന്ന് പറഞ്ഞു തരാമോ? അത് ശരി. എടോ, ഇതിനൊക്കെ എന്തിനാപ്പോ ആണേ ചോദിക്കാവൂ, പിന്നെ ഉണ്ടാൻ പാടില്ല. ഇതൊക്കെ എന്തോന്നത്? എനിക്ക് തോന്നി, ഞാൻ ചോദിച്ചു. തരാൻ മടിയാണെങ്കിൽ തരണ്ട, പക്ഷെ ഞാൻ തരും. താനത് വാങ്ങിച്ചുകൊണ്ടേ പോവും. ഓക്കെ, ഒക്കെ സമ്മതിച്ചു. പക്ഷെ എന്റെ മൂളിപ്പ് ചെന്ന് ഇതൊരു ഇടവഴിയാ. ഈ തരുന്നതും വാങ്ങുന്നതും ഒന്നും നാട്ടുകാരെ മൊത്തം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വിളിച്ചല്ലേ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് വേഗം വീട്ടിൽ കയറി ചെന്ന്. അയ്യട മോനെ, ഇവിടെ അങ്ങോട്ടേക്ക് ഇപ്പൊ ആരും വരാൻ പോണില്ല. ഒരു 2 മിനിറ്റ്, 2 മിനിറ്റൊന്നും വേണ്ട, സെക്കൻഡിന്റെ കാര്യമല്ലല്ലോ. എന്താണേലും പോകും. അടങ്ങി നിന്നു, അതാണ് എനിക്ക് നല്ല. അല്ല, ഇനിയിപ്പോ ഞാനോ മറ്റോ ആണെങ്കി ഓക്കെ, അതൊന്ന് സമ്മതിച്ചേക്ക്. ഇവിടെ എന്തോന്നത്? ഇടി, നിന്നോടൊപ്പം നിനക്ക് കാര്യം പറഞ്ഞു മനസ്സിലാവത്തില്ലേ? നീ ഒന്ന് പോയേ. ചുമ്മാ കളിക്കല്ലേ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാനൊന്നങ്ങ് തരും, മനസ്സിലായല്ലോ? അതാ ഞാൻ ചോദിച്ചത്. ഞാനോ ആണെങ്കി ഓക്കെ, സമ്മതിച്ചു. അതങ്ങ് തുറന്നു പറഞ്ഞേക്ക്. അയ്യേ, നാണം എനിക്ക്. അത് നിന്നെപ്പോലൊരു പീറ പെണ്ണിന്റെ മുമ്പിൽ. എന്റെ മോളെ, നീ നിന്റെ പണി തന്നെ ചോദിച്ചു മേടിക്കണ്ട, മനസ്സിലായല്ലോ? വേഗം വീട്ടിലേക്ക് ചോദിക്കൂ. നീയേ സിദ്ധുയുടെ പെണ്ണാണ്. വെറുതെ വേണ്ട, വിട്ടോ 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 വിട്ടോ. അതേലോ, സിദ്ധുയുടെ പെങ്ങളെങ്കിൽ സിദ്ധുയുടെ പെങ്ങള്. മോനെ, അവന്റെ വാശി അറിയാലോ. അവനെക്കാൾ ഒരുപാട് വാശിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ആ കൈ ഇങ്ങോട്ട് നീക്കിക്കേ. നീട്ടിയിട്ട് കഴിഞ്ഞാൽ വേറെ വരുന്നത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൈ നീട്ടിട്ട് എന്തിന്? മുറിച്ചു കിട്ടി നിനക്ക് അച്ചാറിടാനോ? ഒരു പെണ്ണൊന്ന് പോയി. കൈ 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 കഴിച്ചിട്ട് അടയ്ക്കാതെ നിൽക്കണം. ഓ, എന്താ ഒരു ചവട കൈ നീട്ടാനാ പറഞ്ഞു. വേണമെങ്കിൽ ആ കുറച്ച് മുഖം മറിച്ചു മാത്രം വലിയ നാണുവാണെങ്കിൽ അങ്ങോട്ട് കിടക്കട്ടെ. ഇടി വേണ്ട, ആരെങ്കിലും കാണും. ഇരിക്കായി. എന്റെ മാതാവേ, കൈയും കാലും വിറയ്ക്കുന്നല്ലോ. ഇവിടെ തന്നെ ഭാവിച്ച. എടി 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 വേണ്ടടി. അമ്മയെ കുളിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? കയ്യും കാലും പറിക്കുന്നു. അയ്യേ, ഞാനിതിനെ വിളിക്കുന്നു. ഒരു പീറ പെണ്ണെന്ന് പറയാൻ പറ്റൂല. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. ഉള്ളു വിറയ്ക്കുന്നു. അയ്യേ, സിദ്ധു ഞാനും കണ്ടുവരുമോ? ഏയ്, അന്ന് കുഴപ്പമില്ല. വേഗം ഇവര് തന്നെ കഴിക്കുന്ന മണം പിടിക്കുന്ന.
പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചു കേട്ടിട്ടുണ്ട്. ആദ്യത്തെ ചുംബനം എന്ന് പറയുന്നത് ഒരാൾക്കും മറക്കാൻ കഴിയില്ല. പക്ഷെ ഓരോ നിശ്വാസത്തിനു പോലും അതിന്റെ കണികകളെ വേർതിരിച്ചു മാറ്റാനാവില്ല. ഇങ്ങനൊന്ന് അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് എന്റെ ശ്വാസത്തെ പോലും പിടിച്ചു നിർത്താനാവുന്നില്ല. ഇനി ഞാൻ ഇവിടെ മുഖത്ത് നോക്കിയിട്ട് എന്താ പറയാന്ന് പോലും എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ ഇവിടുത്തെ തിരിഞ്ഞു നടന്നു അവള് വിചാരിക്കുന്ന ആണാണ്. ഞാൻ എന്ത് ചെയ്യും? ഇവളെന്തിനെല്ലാം മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു? ചെന്ത് കൊള്ളി കൈവിട്ടൂടെ? കർത്താവേ, വഴി കാണിച്ചുകൊണ്ട അയ്യേ, മനുഷ്യരെ കയ്യില് നിറച്ച് മാറ്റിച്ച ജന്തു മാറും കളിയും. അയ്യേ, തുപ്പി നാറ്റിച്ചെങ്കിലേ നന്നായിപ്പോയി. മോനെ, നല്ലോണം പോയി കൈ കഴിക്കേക്ക്. ഏത് നേരത്താണോ എന്തോ ഈ വികാരമില്ലാത്ത ജീവിനെ കയറി പ്രണയിക്കാൻ തോന്നിയത്. ആദ്യം എന്നെ തല്ലണം. ഭൂതനെ, വാശിയൊക്കെ കഴിഞ്ഞല്ലോ. ഞാൻ തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് നടന്നേ. മനുഷ്യരെ തല മുതൽ കാല് വരെ വിറയ്ക്കുവാ. എന്തോന്നടേ ഇത്? ഓ ആയിക്കോട്ടെ, ശരി, ഞാൻ പോവാ. പിന്നെ ഈ ഫീലിങ്സ് കൂടി കഴിയുമ്പോ ദേഷ്യം വരുന്ന സ്വഭാവം മാറ്റിയിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് മനസ്സിലാക്കണം, കേട്ടല്ലോ? ചാച്ച പോട്ടെ. അയ്യേ, അവക്ക് മനസ്സിലായി. നാളെ ഞാനും കിട്ട പുല്ല്. എന്നാലും കൊള്ളായിരുന്നു. ഇത് കയ്യിലായിരുന്നു, സാരമില്ല. തമ്പുരാനെ ആരും കണ്ടില്ലല്ലോ അല്ലേ? ഈ കോപ്പ് നിനക്ക് തന്നെ അടിപ്പാട്. ഇത് വല്ലതും ആരെയും കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒന്നും പറഞ്ഞാലേ നിനക്ക് തല്ലുള്ളൂ. ഇത് കാണണ്ടില്ല. കേറി പോചെന്തു നോക്കി നിൽക്കാതെ. ഈ പോത്തിനെ തിരിഞ്ഞു കളിക്കുന്ന കേറി പൂതനെ. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായ ദിവസം, അത്രയേറെ സന്തോഷത്തിൽ കടന്നുപോയി. ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ എന്തോ ഒന്ന് കയ്യിൽ നിന്ന് നഷ്ടമാവുമെന്നുള്ള പേടിയായിരുന്നു പിന്നീട് അങ്ങോട്ട് എപ്പോഴും ഉണ്ടായിരുന്നത്. രാവിലെ സ്കൂളിലേക്ക് ഓടുമ്പോഴും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും ആരും അറിയുന്നില്ല ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാലമാണ് ആ ഒരു ടൈമിനിടയിൽ കഴിഞ്ഞു പോകുന്നതെന്ന്. സ്കൂൾ പഠിക്കുന്ന ടൈമിൽ പലരും വിചാരിച്ചിട്ടുണ്ടാവും എത്രയും പെട്ടെന്ന് ഇന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞാൽ അവിടേക്ക് കയറാൻ പറ്റിയെന്ന് ആലോചിച്ച് എത്ര പേര് കരയുന്നുണ്ടാവും. അങ്ങനെ ആ +2 ലൈഫ് അവിടെ തീയതിയാണ്. പിന്നീട് അങ്ങോട്ടുണ്ടായ പേടി, ഞങ്ങൾ 4 പേരും ഒരു കോളേജിൽ തന്നെ ആവുമെന്നായിരുന്നു. അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് വയ്യാണ്ടായി എല്ലാവരും തല പുകഞ്ഞ് നടന്നു. ലാസ്റ്റ്
ഒരു വാക്ക് കിട്ടി. അവൻ ചേരുന്നത് എവിടെയാണോ അവിടെ നമ്മളും ചേരും. ആ വാക്കിൻ്റെ പുറത്ത് പിന്നീട് അങ്ങോട്ട് സന്തോഷിച്ചു. ഞാൻ ചേരുന്നത് എവിടെയാണോ അവിടെ അനി ചേരും. അങ്ങനെ 4 പേരും ഒരുമിച്ച് അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ കാത്തിരിക്കുമെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. എല്ലാവരും ഒരുപാട് പേടിയോടെയാണ് ആദ്യ ദിവസം കോളേജിലേക്ക് കയറി ചെല്ലുന്നത്. പക്ഷേ ഞാൻ ഒരുപാട് അഹങ്കാരത്തോടെ ഒരുപാട് ധൈര്യത്തോടെയാണ് കയറി ചെന്നത്. കാരണം എൻ്റെ ഇടവും ബലവും നിൽക്കുന്നത് അത്രയ്ക്ക് ഒരാൾക്ക് പോലും എന്നെ തൊടാൻ സമ്മതിക്കില്ല എന്ന അത്രയ്ക്ക് ഉറപ്പുള്ള 2 പേരാണ്. ആ ഒരു ധൈര്യത്തിൽ അന്ന് അങ്ങോട്ടേക്ക് കയറി ചെന്നു. ഡജക്ക, ഞാനൊരു കാര്യം പറയാം. നിന്റെ സ്വഭാവത്തിന് ഇവിടെ നീ കാണിച്ച വിവരറിയും. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടിയെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് കഷ്ടപ്പെട്ട് കയ്യും കാലും പിടിച്ച് അടി വാങ്ങിയിട്ടാണ് ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് സീറ്റ് ഒപ്പിച്ചത്. അതും അയാൾക്ക് പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എന്താണെന്നുള്ളത് ഇവിടെ ആരും അറിയണ്ട. അത് മാക്സിമം ഒളിപ്പിച്ച് വെച്ച് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. അങ്ങേര് ചാവുന്നവരെങ്കിലും എനിക്കൊരിത്തിരി സമാധാനം വേണം. മനസ്സിലായോ? ചത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്കിക്കും, വിഷയമില്ല. അതുകൊണ്ട് ഇതൊന്നും ആരും അറിയണ്ട. എത്രത്തോളം നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യണം. മനസ്സിലായല്ലോ? എടുത്തു ചാടി വല്ലതും വിളിച്ചു പറയുകയോ ചെയ്യുകയോ ചെയ്താൽ എൻ്റെ കയ്യിൽ നിന്ന് ആദ്യം പേടിക്കുന്നത് നീയായിരിക്കും. അളിയ സത്യം പറ, അങ്ങനെ നിന്റെ അപ്പാപ്പൻ തന്നെയാണോ? അല്ല ചത്തുപോട്ടേനൊക്കെ പറയുന്നോണ്ട് ചോദിച്ചതാ. എന്ത് വളി ഒരൊറ്റൊന്നും തന്നാലുണ്ടല്ലോ, അത് മാത്രം കേട്ടു. ബാക്കിയെല്ലാം കേട്ടോ നീ? ചെക്കൻ ഞാൻ പറഞ്ഞത് എല്ലാം തലയിലേക്ക് കയറിയോ? അതെ, എന്നെ വെറുതെ ചൂടാക്കിയിട്ട് എല്ലാം കൂടി എടുത്ത് ഞാൻ കത്തിക്കും. ഓന്റെ കർത്താവെ, ഞാനൊക്കെ കേട്ട് എനിക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഞാൻ എവിടെ ചെയ്തിരുന്നോ അവിടെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കിട്ടുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു എനിക്ക്. പിന്നെ നിങ്ങളൊക്കെ വിചാരിച്ചാൽ പലതും നടക്കുമല്ലോ. അതുകൊണ്ട് ചെറിയത് പക്ഷെ അനീൻ്റെതാണ് വിറ്റ്. അത് നീ അറിഞ്ഞായിരുന്നു? അനി അവളുള്ളത് കൊണ്ടല്ലേ, അവൾക്ക് വേറെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അവൾ പോവാതിരുന്ന. അവളുള്ളത് കൊണ്ടായിരിക്കും, വേറെന്താ കാരണം? എന്റെ പൊന്നോനെ, അതൊന്നും നല്ല കാര്യം. അവളോട് അഡ്മിഷൻ കിട്ടിയ സമയത്ത് അവളുടെ അപ്പം പുറത്തൊക്കെ പോയിട്ട് ഫ്രണ്ട്സൊക്കെ ആവും. വേറെ എന്താ പറയാ, നമ്മൾ കണ്ടവരുടെ കൂടെ നല്ലത് നമ്മൾ പിന്നെ മാറി മാറി പഠിക്കണട്ടോ. ഈ പിന്നെ കാലത്ത് പരിപാടി എന്താ പറയുക, അത് പറയുക. ഇപ്പൊ എല്ലായിടത്തും കേൾക്കുന്നതാണ് റാഗിങ് ഒക്കെ ഭയങ്കരമാണ്. ചെക്കന്മാര് ഹെൽപ്പ് ചെയ്യാമെന്ന് പിടിച്ച് മാറ്റാൻ വരെ ആരും കാണുന്നില്ല. അവിടെ ആവുമ്പോൾ സിദ്ധുണ്ട്, കൂച്ചിയുണ്ട്. അതാവുമ്പോ വലിയ വിഷയമുള്ള കാര്യമല്ല, അറിയാവും. ഇങ്ങനൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ടാണ് ഇല്ലാത്ത കാശ് മുടക്കി അങ്ങേര് ഇവിടെ കൊണ്ട് ചേർത്തിയത്. അത് എങ്ങേതാ ചാതിന്ന് ചോദിച്ചാല് ആടാ, എന്റെ അടുത്ത് അങ്ങേര് വന്ന് പറഞ്ഞായിരുന്നു അതായിരിക്കും കാര്യം. എന്നോട് പറഞ്ഞു, മോനെ നീ അവളെ നന്നായിട്ട് നോക്കണം, എനിക്കൊരു സമാധാനമില്ല. ഞാൻ പിന്നെ നീയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സത്യം പറഞ്ഞ എൻ്റെ പൊന്നടി, എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഈ കുരുപ്പ് വല്ലാത്ത സാധനമാണ്. ഹായ്, എൻ്റെ പേര് രേഷ്മ, ഇത് ഫസ്ന. നിങ്ങൾ 2 പേരും +2 ഒരുമിച്ച് പഠിച്ചതാണോ? അല്ല, ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് ചോദിച്ചാൽ അത് എത്ര പെട്ടെന്ന് ഫ്രണ്ട്സായി കഴിഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ കമ്പനി ആകത്തില്ല. അതുകൊണ്ട് ചോദിച്ചാട്ടോ, വേറെ ഒന്നുമല്ല. ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ചതാ. എൻ്റെ പേര് അനീറ്റ, ഇത് കുക്കി. അല്ല, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണോ?
അല്ല, ഞങ്ങളിവിടെ വന്നതിന് ശേഷം സംസാരിച്ച കമ്പനിയായിട്ടാ. ഏട്ടാ, നിങ്ങളുടെ കൂടെ നേരത്തെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു, അവര് നിങ്ങളുടെ കൂടെ പഠിച്ചതാണോ? അതെയല്ലോ, ഞങ്ങൾ 4 പേരും ഒരുമിച്ച് പഠിച്ചതാ. എന്താ വെറുതെ ചോദിച്ചതാണോ? ഞാൻ ചുമ്മാ ചോദിച്ചതാ. എന്നാ ശരി, പോട്ടെ, പിന്നെ കാണാം. എത്ര പെട്ടെന്നാടാ 1 മാസമൊക്കെ പോയത്. സ്കൂളൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ ഐഡിയ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും വല്ലാത്ത മിസ്സിങ്. എത്ര പുറത്തുനിന്ന് കാര്യങ്ങളാണ്. അത് സിഗരറ്റ് വലിച്ച് കയറ്റിയ ഞാനാ. ആ മരമൊക്കെ ഞാൻ മിസ് ചെയ്യുന്നോ, മിസ് ചെയ്യുന്നു. ഇവിടെ കൊള്ളാം, പക്ഷെ എല്ലാരും അങ്ങോട്ട് വല്ലാണ്ട് നീ അടുപ്പിക്കാൻ നിൽക്കണ്ട. അച്ചു നിന്റെ നേരെ വല്ലാണ്ട് ഒരു അവകാശം സ്ഥാപിക്കുന്നു. അതെനിക്ക് ഇഷ്ടാവുന്നില്ല, മനസ്സിലായല്ലോ. ഇന്നലെ നീ എന്നെ കൂട്ടാണ്ട് അതിന്റെ കൂടെ ക്യാൻറ്റീനിൽ പോയാ എന്തിന്? വെറുതെ ചെക്ക എന്റെ കൈക്ക് വെറുതെ പണി ഉണ്ടാക്കി വെക്കരുത്, മനസ്സിലായല്ലോ. പിന്നറിയാ, ആ രേഷ്മ ഇല്ലേ, ആ പെണ്ണ് ഇന്നലെ വന്നിട്ട് എന്നോട് നമ്പർ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എന്റെ നമ്പർ അങ്ങനെ കൈ കൊടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ അറിഞ്ഞാൽ തീർന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണ് സംസാരിക്കാൻ വന്നിട്ട് ഈ പെണ്ണ് അവള് വന്നു. ഞാൻ ചുറ്റും നോക്കി ഇപ്പോഴെങ്ങാൻ എന്തെങ്കിൽ അതോടുകൂടി നീ പറഞ്ഞ കാര്യമൊക്കെ പെട്ടു. എല്ലാവരും പറഞ്ഞു. ഞാൻ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി. അവളുടെ ഫ്രണ്ട് എന്റെ നമ്പർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ചിലപ്പോൾ വല്ല ഗ്രൂപ്പ് തുടങ്ങാനായിരിക്കടാ. ഞാൻ കൊടുത്തു. നീ ഒരുമാതിരി ചാട കളിച്ചു നിന്നു. ഒക്കെ ഫ്രണ്ട്സല്ല, നീ എന്തിങ്ങനെ? പിന്നെ അർച്ചു, അതൊരു പാവം ചെക്കനാടാ. അവനോട് സംസാരിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇന്നലെ ക്യാൻറ്റീൻ അവന് രാവിലെ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അവൻ്റെ കൂടെ കമ്പനിക്ക് പോയത്. ഞാൻ നോക്കിയ സമയത്ത് അവിടെ കണ്ണും നോക്കിയിരിക്കുക. പിന്നെ ഞാനായിട്ട് എന്തിനാ വെറുതെ അതിൻ്റെ ഇടയിൽ വന്ന് ആ പെണ്ണിൻ്റെ അടുത്ത് എനിക്കുള്ള തല്ലി മേടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറിപ്പോയി, മനസ്സിലായോ? നല്ലതാ, വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കിയിരിക്കരുത്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. എനിക്ക് മിസ് ചെയ്യുന്നില്ല നമ്മുടെ ക്ലാസ്സും ഫ്രണ്ട്സിനെയൊക്കെ. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് കിട്ടി, പക്ഷെ എന്തോ വല്ലാത്ത മിസ്സിങ്. എനിക്കറിയാൻ പാടില്ല. ഇവിടെ ആരെയും നോക്കുന്ന രേഷ്മ ആരെ നോക്കുന്ന? ഞാൻ നോക്കിക്ക് അവളാരെയും നോക്കുന്ന? അവളാരെ നോക്കാൻ? അവളാരെയും നോക്കട്ടെ, നിനക്കുണ്ട്. നീ ക്ലാസ് നോക്കല്. എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇതെന്ത് അവളാര് പറയുമ്പോ ഒരു പെണ്ണ് താരെയാ നോക്കുന്നേ? മോളെ, അവളെ നോക്കുന്നത് ആ ഒരു ദിശ വെച്ച് നമ്മുടെ അഭിപ്രായത്തിലോട്ടാണോന്നൊരു ഡൗട്ട്. കൊള്ളടിച്ച് ഞാൻ പൊട്ടിച്ചു. പതിന്റെ പോയി പറയും. അതെന്റേതാണെന്ന് പറ. നോക്കണ്ട, ആരും നോക്കണ്ട, ഇഷ്ടമല്ല. പറ. കിടന്ന് പെട്ടെന്ന് പറയാ. ഉച്ചയായിക്കോട്ടെ, അവർ ഫുഡ് കഴിച്ച് ഇങ്ങോട്ടല്ലേ വരിക. അപ്പൊ നൈസായിട്ട് പറയാം. ഓക്കെ, എങ്ങനെയുണ്ട് ഐഡിയ? ഇടി കഴിക്കാം. എന്നാ അമ്മ നേരം വൈകിട്ടാണ് ഇട്ട, അതുകൊണ്ട് കറിയൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ചോറ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സാരല്ലേ, നമുക്ക് ഷെയർ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. കോപ്പെ മതി വായ നോക്കുന്നത്. എൻ്റെ ചെക്കൻ കഴിക്കാൻ പോയി. ഏത് സമയം നോക്കിയാലോ അവൻ്റെ വായ നോക്കി നിൽക്കല് തന്നെയല്ലേ നിനക്ക് പണി. എന്നിട്ട് വന്നിരുന്നാലും തിന്നാൻ നോക്ക്. ചെക്കനോ? കൂക്കി സിദ്ധു നിന്റെ ആളാണോ? അയ്യോടാ, ഞങ്ങളോട് ആരോടൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നടക്കട്ടെ. സിദ്ധു അല്ല, സിദ്ധു എന്റെ കസിനാ. അവള് പറഞ്ഞത് ഡാർവിനെ പറ്റി. അവനാണ് എന്റെ ചെക്കൻ, മനസ്സിലായോ? ഡാർവിൻ ചിരിപ്പിക്കല്ലേ, കുറുക്കി ചോറ് തലേ കയറും. ഡാർവിൻ എന്റെ ചെക്കൻ. പോയി തമാശ പറയാതെ.
വല്ല വണ്ടയാണെങ്കിൽ ഓക്കെ. അതെനിക്ക് മനസ്സിലായി. അവൻ്റെ ഒരു നോട്ടം കിട്ടണമെങ്കിലേ ഈ 1 മാസമായിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണുകൊണ്ട് പോലും എനിക്കത് കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് നിനക്ക് അതും നിൻ്റെ ഈ സ്വഭാവത്തിൽ കുറേ നടക്കും. പെണ്ണ് വെറുതെ ഞാനിപ്പോൾ നിനക്ക് ചിരിക്കാൻ മാത്രം എന്ത് തമാശയാണ് പറഞ്ഞത്? ഞാൻ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ നമ്മുടെ ഇഷ്ടത്തിലാണ്. അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായല്ലോ? അടിയുണ്ടാക്കല എല്ലാ അവളുടെ സ്വഭാവത്തിനും അവൻ്റെ സ്വഭാവത്തിനും എന്താ കുഴപ്പം? നീ ഇങ്ങോട്ടാ പറഞ്ഞു തരുന്നത്. നിനക്ക് അവളെ പറ്റിയിട്ട് എന്താ അറിയുന്നത്? എടോ ഞാൻ പറഞ്ഞു അവൻ്റെ ക്യാരക്ടറിന് പറ്റിയൊരു കൊച്ചല്ല. അതാ ഞാൻ പറഞ്ഞത്, വേറൊന്നുമില്ല. അതെൻ്റെ തോന്നലായിരിക്കും, എനിക്കറിയില്ല. ഇപ്പോൾ ഓക്കെ, നിങ്ങളെന്താ പറയുന്നത്? അവർ നമ്മുടെ ഇഷ്ടത്തിലാണെന്ന്. ഞാൻ ഈ 1 മാസമായിട്ടൊന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് ഇവിടെ ഒരുപാട് ലവേഴ്സിനെ കണ്ടു. ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അവനൊന്നും നിന്ന് സംസാരിക്കുന്നത് വരെ കണ്ടിട്ടില്ല. ഒക്കെ പോട്ടെ, ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ സെറ്റായവരാണ് ഇതാ ബാക്കി ഇരിക്കുന്ന കിസ് അടിക്കുന്നത്. ജസ്റ്റ് ഒരു നെറ്റിയിലെങ്കിലും ഒരു ഉമ്മ കിട്ടിയിട്ടുണ്ടോ ഒന്ന് പറഞ്ഞേ. കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. എന്തേ മതിയോ? ഇപ്പൊ ഉറപ്പിച്ചോ അവര് നമ്മുടെ ഇഷ്ടത്തിലാണെന്നത്? അനിമോളെ, നീ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. അവൻ പറയട്ടെ, അവൻ പറഞ്ഞാൽ വിശ്വസിക്കാം. ഇപ്പം ഇത് നിങ്ങൾ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കുക്കിക്ക് അവനോട് എന്തോ ഒരു ക്രഷ് ഉണ്ടായിരിക്കാം. എനിക്ക് അവനെ ഇഷ്ടമാണെന്നുള്ളത് നിനക്ക് മനസ്സിലായി. അപ്പോൾ അത് മുടക്കാൻ നീ നോക്കിയൊരു വഴി. പക്ഷെ അത് തെറ്റിപ്പോയി മോളെ, കേട്ടോ? എങ്ങോട്ടാണ് നീ കയറി പോകുന്നത്? വേണ്ടാന്ന് വെക്കുന്നതിനനുസരിച്ചത് അവൻ്റെ ഭായിനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം. ഇപ്പൊ തന്നെ പറയിപ്പിക്കാം. കാണിച്ചാ ചാച്ച നിക്കടവിടെ നിക്കാൻ. ആരെയും കാണാൻ കഴിയുന്നത്? എന്താടി എന്താണ് കിട്ടുന്നത്? എന്താ പ്രശ്നം? എന്താ അറിയില്ല, പറഞ്ഞോ? വന്ന് ക്ലാസ്സിലേക്ക് വന്ന് എന്നിട്ട് ആ രേഷ്മയുടെ അടുത്ത് പോയി പറഞ്ഞു നമ്മൾ നമ്മുടെ ഇഷ്ടത്തിലാണ്. വേഗം വാ, ഇപ്പൊ തന്നെ പറയണം. വേഗം വാ. നിന്റെ തലയ്ക്കാരേലും അടിച്ചോ? നീ ഒന്ന് കീറി പോയേ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവളെ അറിയിച്ചിട്ടെങ്കിലാ പോ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിലാണ്, നമ്മൾ അറിഞ്ഞാൽ മതി. അത് വേറെ ആളെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മോള് പോ. ഞാൻ അവളുടെ ഒത്തൊന്നും സംസാരിക്കാനൊന്നും കറക്റ്റ്. നീ കയറിപ്പോയ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിലാണെന്ന് എല്ലാവരും പറഞ്ഞ എന്താ പ്രശ്നം? നീ വന്ന് പറയുന്നുണ്ടോ? എന്നെ കുറച്ച് ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്കത് പറയാൻ പറ്റൂല. പോരെ, കയറിപ്പോ. ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കൂലെന്നുണ്ടെങ്കിലേ പിന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നീ കയറിപ്പോയേ. എന്താ കുക്കി മോളെ നനഞ്ഞ കോഴീനെ പോലെ കയറി വരുന്നേ? പോയ കാര്യം സക്സസ് ആയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, നീ പറഞ്ഞതൊന്നും അവൻ ഇവിടെ വന്ന് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി അതൊന്നും ചെയ്യത്തില്ല. നീ വിചാരിച്ച പ്ലാനൊക്കെ പോയല്ലേ? സാരമില്ല കേട്ടോ. പിന്നെ ഇനി അവൻ്റെ ഒരു നോട്ടം കിട്ടാൻ വരെ ഭാഗ്യം ചെയ്യണം. എന്നിട്ടാണ് അവൻ്റെ ഒരു ഉമ്മ. നീ അവളും കൂടി ഈ കള്ളം പറഞ്ഞെന്തിനാണ് എനിക്ക് മനസ്സിലാവാതെ. ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നമ്മുടെ ഇഷ്ടത്തിലാണ്. അത് ഞാൻ നിന്നെ എങ്ങനെ ബോധിപ്പിക്കണമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഉമ്മയുടെ കാര്യം അത് അവള് വെറുതെ പറഞ്ഞതാണ്. അവൻ ഇതുവരെ എന്നെ തൊട്ടിട്ട് പോലില്ല. നീ നിന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വിചാരിച്ചു. എനിക്കന്ന് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. എൻ്റെ കൂക്കി നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ? ഇതൊന്നും എന്താ പറയുക, നമ്മുടെ കയ്യിലല്ലല്ലോ. അവനും കൂടി തോന്നണ്ടേ? ഇതൊന്നും വിഷയമാക്കണ്ട. പിന്നെ ഒന്നെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ നോക്കേണ്ടതാണ്. ജസ്റ്റ് അവനെ പോലും ഒരുത്തൻ. അല്ലെങ്കിൽ അവനത്തിനൊന്നും താല്പര്യമില്ലാട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും നിന്നെ നോക്കാതെ. നീ ടെൻഷനൊന്നും ആവണ്ട.
മനസ്സിലായോ? ഈ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും സ്നേഹമല്ല. മനസ്സിലായോ? ഒന്നുകിൽ അത് വേറെ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ ഉള്ള ആളോട് താല്പര്യമില്ല. അല്ലാണ്ട് നീ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് അവനോട് ഇഷ്ടമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് അവനും കൂടി വേണ്ടേ? കാര്യമില്ല, നീ ഓവറായിട്ട് എന്താ പറയുക ചിന്തിച്ചു കൂട്ടൊന്നും വേണ്ട, കേട്ടല്ലോ? എനിക്കൊരു കോപ്പമില്ല, മനസ്സിലായല്ലോ? ആ ശരിയാണ്, അവനെന്നെ ഇഷ്ടമല്ല. പോരെ, ഞാൻ നിന്റെ അടുത്ത് വെറുതെ പറഞ്ഞതാ, കള്ളം പറഞ്ഞതാ. പോരെ, അതോടെ കഴിഞ്ഞല്ലോ. അതിന് ഞാൻ പോവാ. നീ എന്റെ പുറകെ വരണം, മനസ്സിലായല്ലോ? എടോ തന്നെ ഞാൻ ഇച്ചായെന്ന് വിളിച്ച വായനെ കൊണ്ട് എന്നെ കൊണ്ട് വേറെ ഒന്നും മാറ്റി പിടിപ്പിക്കരുത്, മനസ്സിലായല്ലോ? എടോ തനിക്ക് എന്ത് സൂക്കേടാടോ? ആ പെണ്ണിനെ എല്ലാവരും കൂടി തനിക്കൊന്ന് അവിടെ വന്നിട്ട് നിങ്ങൾ നമ്മുടെ ഇഷ്ടത്തിലാണ് പറഞ്ഞ ഇപ്പൊ എന്ത് പ്രശ്നമായിട്ടൊന്ന് വരാൻ പോകുന്നത്, അതൊന്ന് പറഞ്ഞുതരോ? എന്തെടുത്ത് സിദ്ധു വഴി പറഞ്ഞ ആരും അറിയിക്കണ്ട. കാരണം ഒരു വാങ്ങിക്കൊടുത്തതിന്റെ സീറ്റ് ഇനിയിപ്പോ അയാൾ അറിയുന്ന ആളാണ്. അപ്പൊ അത് അറിഞ്ഞ് ലാസ്റ്റ് അയാൾ പോലെ ചെവിയിലെത്തണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാതെ എനിക്കെന്ത് അവളെവിടെ, ഞാൻ അവരുടെ അടുത്ത് പറയാം. ആ സമയത്ത് ഞാൻ വേറൊരു ടെൻഷൻ ചെയ്തു. ഞാൻ സംസാരിച്ചു അവരുടെ അടുത്ത്. അവളുടെ അതാണോ പെണ്ണിനോടൊത്ത് പറഞ്ഞാ പോരെ? എന്റെ മാതാവേ, അവള് ക്ലാസ്സിലില്ല, അവള് പറഞ്ഞിപ്പോയി. ആ രേഷ്മ ടീമുകൂട്ടി അവളെ ഒന്നാതെ വേവിച്ചു വിട്ട്. അവര് പറയാണ് അവക്ക് നിന്നോട് മാത്രം പ്രശ്നം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞു, അവര് വെച്ച് എന്താ പറയാ എപ്പോഴെങ്കിലും ഒന്നിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ പറയാണ് അവളുടെ അടുത്ത് ലാസ്റ്റ് എന്താ വെച്ചാന് വേറെ ആരെങ്കിലും ഉള്ളത് കൊണ്ടാണ് അവളെ നോക്കാത്തത്. ഇനി സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിൽ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അവൾക്ക് ദേഷ്യം പിടിച്ച് അവളിറങ്ങിപ്പോയി. ഇതിനൊക്കെ എന്ത് ചാടയല്ലേ? അല്ല നിങ്ങൾക്ക് എന്ത് ചാടയാ? നിങ്ങൾക്കൊന്ന് കൊടുത്താലെന്താ? കുറേ എണ്ണം കാണും ഇതേപോലെ ബോധമില്ല, വിവരമില്ല. എന്തടേ ഇവിടെ ഒരു ഗൂഢാലോചന? എന്താ സീനെന്താ? എന്താടാ പ്രശ്നം? എന്താ നിന്റെ മുഖമൊക്കെ മാറിയിരിക്കുന്നത്? ഇവിടെ വല്ലതും പറഞ്ഞ എന്തടേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ ചൊറിയാനായിട്ട് നടക്കുക പിത്തക്കാളി. ഇതേ ഒക്കെ ഒപ്പിച്ചിട്ടൊന്നും അറിയാത്ത പോലെ നിൽക്കരുത്. ഒരിടത്ത് ചവിട്ടം കൂടി തന്നാലുണ്ടല്ലോ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇതെന്തിനാ ഇപ്പോൾ ആരും അറിയണ്ട, എല്ലാവരുടെ അടുത്ത് നിന്ന് ഒളിപ്പിച്ച് വെക്കാനൊക്കെ പറഞ്ഞു. സാറുമാരറിയാണ്ട് നോക്കിയാൽ പോരെ? ക്ലാസ്സിൽ ഇപ്പോൾ ഇവർ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്ത് പ്രശ്നം വരാനാ? എന്തിൻ്റെ കേടാ? എടാ അളിയ, എന്താടാ? എന്താ പ്രശ്നം? എന്താ കൂക്കിയുടെ? എന്റെ പൊന്നാളി, എനിക്ക് അറിയത്തില്ല എന്താ പ്രശ്നം തന്നെ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നത്. കുറച്ചു മുമ്പേ നിന്റെ വട്ടി പിടിച്ച സാധനം എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, നീ ക്ലാസ്സിലേക്ക് വാ, എന്നിട്ട് അവിടെ ഒന്ന് പറയാൻ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിലാണ്. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. ആ സമയത്ത് നമ്മുടെ സീനിയർ ഒരു ചുരുങ്ങിട്ടാക്ക് സീനായി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും അങ്ങോട്ട് പറയാനും പറ്റില്ല. അവള് പോയി. ഇതേ കുറച്ച് കഴിഞ്ഞപ്പോ ഈ സാധനം അറിഞ്ഞു വന്നിട്ട് എന്നോട് പറയാ എനിക്ക് ഇതിന്റെ സുഖമാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് അവള് പറഞ്ഞു ഇഷ്ടമാണെന്ന് പറയാത്തതാണോ അല്ലാതെ ഉമ്മ കൊടുക്കാത്തതാണോ പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഒന്ന് പറഞ്ഞത് മൊത്തം എനിക്ക് കൺഫ്യൂഷനാണ്. കത്തിയിട്ടുണ്ട്, എന്തോ ആരുമായിട്ട് അടിയുണ്ടാക്കിയിട്ടുണ്ട്, അത് മനസ്സിലായി. അതിന് മെയിൻ കാരണം ഞാനാണെന്ന് മനസ്സിലായി. അതിന് ഞാൻ ഉമ്മ കൊടുക്കാത്തതൊക്കെ എങ്ങനെ പേടി വന്നെന്ന് എനിക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. ഉമ്മ കൊടുക്കാത്തത് ഇത് അനി ഒന്ന് ക്ലിയർ ആക്കി തന്നെ. എന്താ അവിടെ നടന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോഴേ അവൾക്ക് എന്താ പറയാ ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പം അവളെൻ്റെ അടുത്ത് പറഞ്ഞു എന്താ പറയാ ഞാൻ ആരും നോക്കണ്ട, അവൾ മാത്രം നോക്കിയാൽ മതി. അപ്പം എനിക്ക് വേറെ വഴിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കാറ്. രേഷ്മ ഭക്ഷണം എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എടി നീ ഏത് സമയം അങ്ങോട്ട് ഇങ്ങനെ നോക്കണ്ട, അത് നിന്റെ ഏക്കം തന്നെയാണ് നീ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ഇവിടെ ചിരിച്ച് എന്ത് ഡാർവിനാണോ
കൂക്കിനെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇഷ്ടത്തിലാണ് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് മര്യാദയ്ക്ക് വർത്താനം പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ 15 ദിവസമായിട്ട് മുമ്പുണ്ടായ എന്താ പറയുക ഇതുവരെ അവരൊരു ഉമ്മ വെച്ച് കളിക്കുന്നൊക്കെ പറഞ്ഞു. എന്നിട്ടെന്താ അപ്പോൾ അവൾ പറഞ്ഞു, അപ്പോൾ അവളൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു അവരും നോക്കാറുണ്ടെന്ന് പറഞ്ഞു. സംഭവം എനിക്കറിയത്തൊന്നുമില്ല, പക്ഷെ ഞാൻ എറിഞ്ഞിട്ടതാ. പക്ഷെ അവർക്ക് സംഭവം മനസ്സിലായി. ഈ സാധനത്തിൻ്റെ സ്വഭാവത്തിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവരെന്തൊക്കെയൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അവൾക്ക് ദേഷ്യം പിടിച്ച് അവൾ ഇത്തേൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പിന്നെ കയറി വരുമ്പോൾ ആകെ മൂവിയും കൊണ്ടാണ് വന്നത്. അത് കണ്ടപ്പോൾ അവരെന്തൊക്കെയൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അവർ പറഞ്ഞു ഇഷ്ടമുണ്ടെങ്കിൽ എന്താ പറയുക ഇതൊക്കെ ഉണ്ടാവും, ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആൾക്കാളോട് ഇഷ്ടപ്പെട്ടാണ്, അല്ലെങ്കിൽ ആൾക്ക് വേറെ ആരെന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നീ ഞാൻ ചിന്തിച്ച് കൂട്ടൊന്നും വേണ്ട അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് എന്തൊക്കെയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അപ്പോൾ ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം എന്താ? ക്ലാസ്സിൽ വന്നിട്ട് അവരോട് ഇഷ്ടത്തിലാണെന്ന് പറയാത്തതാണോ, അല്ലെങ്കിൽ അവൻ പറഞ്ഞ പോലെ നോക്കാത്തതാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പ്രശ്നം തീർക്കാൻ നിനക്കേ പറ്റുള്ളൂ. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, വേഗം വിട്ടു പിടിച്ചോ. വഴിയിട്ട് എവിടെയെങ്കിലും കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ നാളെ രാവിലെ വന്നാൽ ക്ലാസ്സിൽ നിന്ന് കാണാം. വീട്ടിലേക്കൊന്നും കയറി വരാൻ നിൽക്കണ്ട, സച്ചിദേവാട്ട പിടിക്കപ്പെട്ടു. ഓക്കെ അയ്യാ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. എൻ്റെ അമ്മ തലവേദന ഓരോന്ന് ഒപ്പിച്ചു കൊല്ലേഷണം. ഞാൻ എൻ്റെ കൈ കിട്ടിയ താരെ ഞാൻ അടിച്ചു കൂട്ടിക്കും. ചിതപ്പ ഓക്കെ ആണോ? എന്ത് പറ്റിയേ? ഞാൻ ഓക്കെ ആണല്ലോ. എന്താടി നീ പോയേ? എനിക്ക് കുറച്ച് പണിയുണ്ട്. വിട്ടോ. ഞാൻ പോണില്ല. ചുമ്മാ എൻ്റെ അടുത്ത് നിന്ന് ഓരോന്ന് ഒളിപ്പിച്ച് വെക്കാൻ നോക്കണ്ട. എനിക്കെല്ലാം അറിയാം. എൻ്റെ അടുത്ത് കൂക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അത് പറഞ്ഞു പോയപ്പോൾ ആ മുഖം മാറുന്ന ഞാൻ ശ്രദ്ധിച്ച്. എന്നോട് കാണാൻ പറയാൻ നിൽക്കണ്ട, മനസ്സിലായോ? എന്തറിയാം, നീ ഇതെന്തൊക്കെയായി പറയുന്നത്? നീ ഒന്ന് പോയേ, ചുമ്മാ കളിക്കാണ്ട്. എനിക്കൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. നിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനുമില്ല, മനസ്സിലായല്ലോ? ഇതെന്നെക്കാളും നന്നായിട്ട് മനസ്സിലാവുന്ന വേറൊരാളില്ല. ഇതേ അവസ്ഥയിലൂടെ ഞാനും കടന്നു പോവാ. അതുകൊണ്ടാണ് പറയുന്നത്, ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് ടെൻഷനാവാൻ നിൽക്കരുത്. ഹാപ്പിയാണെന്ന് പറഞ്ഞ് ഉള്ളിൽ സങ്കടം വെച്ചിട്ട് പുറത്ത് ഹാപ്പി ആവണമെന്നല്ല. ഉള്ളിലും ഹാപ്പി ആവണം, പുറത്തും ഹാപ്പി ആവണം. അല്ലാതെ ഇങ്ങനെ വല്ലതും കേൾക്കുമ്പോഴേക്കും മുഖം മാറാൻ നിൽക്കരുത്, മനസ്സിലായല്ലോ? എന്തോന്നടി, അങ്ങനൊന്നുമില്ല. പെട്ടെന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്തു പറയുന്നത്? ഇതേ അവസ്ഥയാണ്. എന്താ അവസ്ഥ? ഇഷ്ടമുണ്ടായിട്ട് തുറന്നു പറയാൻ നിൽക്കുന്നുണ്ടോ? എൻ്റെ പൊന്നു വച്ചേ, ആരാണെങ്കിലും ഏതവനാണെങ്കിലും ഒന്നും നോക്കണ്ട, പറഞ്ഞ്. എന്താന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് വേറൊരാളുടെ ആയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവൻ ഏത് കൊമ്പത്തെ ആളാണെങ്കിലും പറഞ്ഞേക്ക്. ഒരിക്കലും അത് പറയാതെ പോയല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കരുത്, മനസ്സിലായോ? എത്ര ധൈര്യമില്ലാന്ന് തോന്നിയാലും അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടാവുമെന്ന് തോന്നിയാലും ഒന്നും വിചാരിക്കേണ്ട. പോവുകയാണെങ്കിൽ പോട്ടെ, പക്ഷെ നമ്മുടെ ഉള്ളത് ഉള്ളിൽ എന്താണുള്ളത് അത് പുറത്തേക്ക് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. അല്ലെങ്കിൽ നിന്റെ മനസ്സിനത് ജീവിതകാലം മുഴുവൻ ഒരു വീർപ്പൂട്ടലായിരിക്കും. അപ്പൊ എന്താ പറയുന്നേ? ഞാൻ തുറന്നു പറയണമെന്നാണോ പറയുന്നേ? തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആക്കിനോട് ദേഷ്യമായാലോ, പിന്നെ എൻ്റെ അടുത്ത് സംസാരിക്കാണ്ടൊക്കെ ആയാലോ? ഇതൊക്കെ എൻ്റെ ടെൻഷൻ. പിന്നെ ആ ആൾക്കാരുടെ അടുത്ത് നല്ല കമ്പനിയാണ്, അതൊക്കെ ഇല്ലാണ്ടായാലോ? ഇതൊക്കെ എൻ്റെ ടെൻഷനെ. ഞാൻ എങ്ങനെ പറയാനാ? ഇടി ഒരു പ്രശ്നവുമില്ല. നീ ആരാന്ന് പറ. അവനെ ഞാനത് മുമ്പ് കൊണ്ടുപോയി നിർത്തിയിട്ടില്ല. അവനിപ്പോൾ നിന്നോട് ഇഷ്ടമൊന്നും ഇല്ലെങ്കിലും നീ പറഞ്ഞെന്നുള്ള സമാധാനം നിനക്കും ഉണ്ടാവും. അവനുള്ള എന്താ പറയുക കമ്പനി ഒന്നും പോകാതെ ഞാൻ നോക്കിക്കോളാം. ഇത് നീ പറ, ആരാണെന്ന് പറ, ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവച്ച് തരും,
മനസ്സിലായോ? അതാരാന്നൊക്കെ ചോദിച്ചാ അത് ഒരിക്കൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോയി. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഞാൻ കുറച്ച് ദിവസം ലീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ പുസ്തകം വേണമല്ലോ, കുറേ കാലത്ത് തന്നെ ഊട്ടുണ്ടല്ലോ എഴുതിയെടുക്കാൻ. അപ്പോൾ അന്ന് ഞാൻ അവരുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോയി. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, ഞാനന്ന് കുഞ്ഞല്ലേ. ഞാൻ അവളുടെ വീട്ടിലേക്ക് നേരെ ഇടിച്ച് കയറി ചെന്നു. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ അവളെ കാണാനില്ല. അവിടെ ചുറ്റുണ്ടായിരുന്ന അവളുടെ കുടുംബക്കാരെല്ലാവരും കൂടി എന്നെ നിന്ന് വധിക്കുക. എന്നോട് ആരാടി പറഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ കയറാൻ? എനിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നുമില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അത് മനസ്സിലാക്കാനുള്ള ബോധമൊന്നുമില്ല. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ട് ഇറങ്ങി വന്നു. എന്തിനാ അവരങ്ങനെ പറഞ്ഞേ, എന്തിനാ എന്നോട് അവരങ്ങനെ ചെയ്തേ, അങ്ങനെയുള്ള ചിന്തയൊക്കെ ആയിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഇറങ്ങി വഴിയിലെത്തിയപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് എന്നൊരാൾ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചെക്കൻ, ഗുണ്ടുമുളക്, അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ചെക്കൻ അവൻ്റെ അടുത്തേക്ക് സങ്കടമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ സങ്കടമാണ്, എന്നെ അവരെന്തിനാ ചീത്ത പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അവരൊക്കെ വട്ടന്മാരാ, വട്ടന്മാർ പറയുന്ന കേട്ടിട്ട് നമ്മൾ കരയാൻ പാടില്ല. അങ്ങനെ വട്ടന്മാർ പറയുന്ന കേട്ടിട്ട് നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കൂടി വട്ടന്മാരായി പോകും. അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഞാൻ ഇന്ന് ചിരിച്ചു. അപ്പോൾ അവൻ അവൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പല്ലുമ്മലൊട്ടുന്നൊരു മുട്ടായി ഉണ്ടല്ലോ, അതും കുറച്ച് നാരങ്ങ മുട്ടായും കൂടി എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ നീട്ടി തന്നു. ഞാനത് കയ്യിലെടുത്ത് അവനോട് ചിരിച്ചുകൊണ്ട് പോയി. പിന്നെ അവനെ കാണുമ്പോൾ എൻ്റെ നീങ്ങിങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ വിചാരിക്കും ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് എന്താ അത്രമാത്രം നെഞ്ഞെടുത്തു. അനി നീ ഇതാരെ പറ്റിയിട്ടാ പറയുന്നു? എനിക്ക് അനി ചുമ്മാ തമാശ കളിക്കരുത്, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ഇതിലെന്താ ഇപ്പം ഇത്രമാത്രം തമാശ ഉള്ളത്? എല്ലാവരും പറയും ഈ വയസ്സിലൊക്കെ എന്നാ പ്രണയം വരാനാ, ഇതിലെന്തിഷ്ടം വരാനാ, ഒക്കെ അറിഞ്ഞിട്ട് വരുന്നതാണ് ഇഷ്ടം. ഇതൊന്നും അറിയാത്ത പ്രായത്തിൽ വരുന്നതാണ് ഇഷ്ടം. ഇനിയിപ്പോൾ അത് ആരാന്ന് എൻ്റെ വായിൽ തന്നെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇത് ഞാൻ തമാശയായിട്ട് പറഞ്ഞൊന്നുമില്ല. ഇത് എന്നെ കൂടാതെ 2 പേർ കൂടി അറിയാം. അവർക്ക് മനസ്സിലായി ഞാൻ പറയാൻ തന്നെ. പക്ഷെ ഞാനത് പറഞ്ഞിട്ടും ആ ആൾക്കത് മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ ഒരു ചെറിയ സങ്കടം. അത് വേറെ ആരുമല്ല, നീ തന്നെ. പിന്നെ നിന്നോട് ഞാനെന്നെ സ്നേഹിച്ചപ്പം ഇത് മനസ്സിലിട്ട് വെക്കണ്ട. എന്നോട് പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ തന്ന വാക്കാണ് പഴയ കമ്പനി പോകില്ലാന്നുള്ളത്. അതെങ്ങനെ പോയാൽ ഉന്നാടെ മനസ്സിട്ടപ്പാ വിവരം അറിയും. உனக்குள் நானே உருகும் இரவில் உள்ளத்தை நான் சொல்லவா, மறுவும் மனதில் ரகசிய அறையில் ஒத்திகை பார்த்திடவா, சிறுகு சிறுகு உன்னில் தொலைத்து மொழி சொல்லவா, சொல்லால் சொல்லும் என்னை பனிசாரல் உன் நெஞ்சில் சேர்த்தாளே, கண்ணில் உன்னை வைத்து பெண் தைத்து கொண்டாளே, வெண்ணிலா தூவில் தன் காதல் சொன்னாலே, மல்லிகை வாசம் உன் பேச்சில் கொண்டாளே, பொன்மானிவளா உன் வானவில்லா, பொன்மானிவளா എന്റെ പൊന്നറിയ ഞാൻ ഏരിയ മുഴുവൻ തിരക്കി അവള് വീട്ടിലെത്തിന്ന് തോന്നു. എടാ നീയെ
വീട് ചെന്ന് കഴിഞ്ഞാല് ഒന്നും മാറ്റി പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്നെ കൊണ്ടുപോയി എടാ എടാ ഞാൻ നിന്നോടാ പറയുന്ന എടാ പൊട്ടാ നീ എന്താ ആലോചിച്ച് നിൽക്കുക എടാ ഊക്കടെ എടാ 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 ഇവിടെ എന്തൊക്കെയാ നടക്കുന്നടാ? എന്റെ ആ കിളി മൊത്തം പാറിയിരിക്കുക. എടാ അനി എന്നോട് എന്താണ് എന്താ ഇവനോടത് പറഞ്ഞു കഴിയുമ്പോൾ റേഡിയോയിൽ കൊടുക്കുന്നത് ഒരേ പറയാം. ഞാൻ ആരറിയണ്ടെന്ന് വിചാരിക്കുന്ന ആ ആളുടെ അടുത്ത് ക്ലിയർ ആയിട്ട് കൊണ്ടുവെത്തിക്കും. തൽക്കാലം ഇവനൊന്നും അറിയണ്ട. അനി നിന്നോട് എന്താ അനി നിന്നോട് ഒരാൾ പറഞ്ഞ എന്തു പറഞ്ഞു? അപ്പം നിനക്ക് എടാ സാമദ്രോഹി ராஜராஜ சோழன் நான் எனையாளும் காதல் தேசம் நீதான் பூவே காதல் தீவே மண் மீது சொர்க்கம் வந்து பெண்ணாக ஆனதே உல்லாச பூமி இங்கு உண்டானதே ராஜராஜ சோழன் நான். നീ ഇപ്പൊ എന്തിനാടാ ഈ പാട്ട് പാടിയ? എടാ എടാ എനിക്ക് അവളോട് അങ്ങനെയൊന്നുമില്ല. എടാ നിനക്ക് അറിയാൻ പാടുണ്ടെങ്കിൽ നീ ആദ്യം അവളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കരുതേ. എടാ എനിക്ക് അവളെ എന്നല്ല ആരെയും അങ്ങനെ കാണാൻ കഴിയില്ല. എടാ എടാ നോക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക കേട്ടോ. വെറുതെ എന്തിനാ കൊച്ചിൻ്റെ ലൈഫ്, മനസ്സിലായല്ലോ? എന്തോ മനസ്സിലാക്കാൻ നീ അത് സാമ്യം. നീ എന്താ ഭജിക്കാൻ പോണ? എന്താ പറയാ എന്തോ പറയും സന്യസിക്കാൻ പോണ? അല്ല നിനക്ക് അവളെ നല്ല ആരെയും കാണാൻ പറ്റില്ല എന്ന് പറയാം. നിനക്ക് ഇതിനു മുമ്പ് ഇപ്പൊങ്ങാനും കിട്ടിയിട്ടുണ്ടോ? എടാ എടാ കൊച്ചിന് തന്നെ ഇഷ്ടമാണ്. അതിനൊന്നും ഇഷ്ടപ്പെട്ട നിനക്കെന്താ? എന്റെ പെങ്ങളില്ലേ ഞാൻ നിൽക്കുന്നേ, അവളെന്റെ പെങ്ങളെ പോലെ. നിനക്കൊന്ന് നോക്കിയാ എന്താ? എന്ത് പ്രശ്നം പറ, എന്താ കാര്യം പറ. നിനക്ക് വേറെ ഏതെങ്കിലും ആൾക്കാരുണ്ടോ? അങ്ങനെയാണെങ്കിൽ പറ. ഇതൊക്കെ കാര്യമില്ലാതെ അവിടെ ഇഷ്ടം എത്രത്തോളം അതവിടെ പറഞ്ഞു നമുക്ക് മനസ്സിലായില്ലേ? എടാ ഞാൻ നിന്നോട് എങ്ങനെ പറയാനും, എനിക്ക് കൂക്കീനെ അല്ലാതെ ആ സ്ഥാനത്തേക്ക് വേറെ ആരെയും കാണാൻ കഴിയില്ല. എന്നെക്കൂടെ പറ്റില്ല.